തർക്കിക്കുന്നവൾ. ഖുറാനിലെ 58-ാമത്തെ അധ്യായം സൂറത്തുൽ മുജാദില ഒരു സ്ത്രീക്ക് ഖുറാൻ നൽകുന്ന, ഒരു സ്ത്രീക്ക് ഇസ്ലാം നൽകുന്ന പരിഗണന, ബഹുമാനം, ആദരവ്, ഇതിനുള്ള ഒരു മികച്ച ഒരു ഉദാഹരണമാണ് ഈ സൂറത്തിന്റെ അവതരണ പശ്ചാത്തലം. സബബ് നുസൂൽ. ഈ സൂറത്ത് മദീനയിൽ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. റസൂലുള്ളാഹിന്റെ കാലത്ത് അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീന്റെ പേര് ഖൗല ബിൻത് സഅലബ റളിയല്ലാഹു അൻഹു. അവരുടെ ഭർത്താവായ ഖൗസ് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു വഴക്കിന്റെ പേരിൽ ദേഷ്യത്തില് തന്റെ ഭാര്യന്റെ മുഖത്തു നോക്കി കഠിനമായിട്ട് ഒരു വാക്കുച്ചരിക്കുകയാണ്. ഇന്തി അലയ്യക കവഹരി ഉമ്മി, നീ എന്റെ മാതാവിന്റെ മുതുക് പോലെയാണ് എന്ന്. എന്റെ മാതാവിൽ എനിക്ക് എന്തൊക്കെ നിഷിദ്ധമാണോ അതൊക്കെ നിന്നിൽ നിന്ന് നിഷിദ്ധമാണ്. പിന്നെ ആ സ്ത്രീയുമായിട്ട് അയാളെ സ്പർശിക്കുകയില്ല. ഒരുതരം വൃത്തികെട്ട ജാഹിലിയ കാലത്തുണ്ടായിരുന്ന ഒരു വൃത്തികെട്ട ഒരു ത്വലാഖിന്റെ രൂപമായിരുന്നു ഇത്. ഒരുതരം മെന്റൽ ടോർച്ചർ, സ്ത്രീകൾക്ക് നൽകുന്ന ഒരുതരം മാനസിക പീഡനം എന്ന് തന്നെ പറയാം. ഇത് യഥാർത്ഥത്തിലുള്ള ത്വലാഖല്ല, ജാഹിലിയ കാലത്തുണ്ടായിരുന്ന ഒരു മാനസിക പീഡനം എന്ന് തന്നെ പറയാം. രൂപത്തിൽ ഭർത്താവ് സംസാരിച്ചതിന് ശേഷം ഖൗല ബിൻത് സഅലബ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് പരാതി ബോധിപ്പിക്കാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ അടുക്കൽ സന്നിധിയിൽ വരികയാണ്. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് യുവത്വവും അതേപോലെ സൗന്ദര്യമുള്ള സമയത്ത് എൻ്റെ ഭർത്താവിനെ കല്യാണം കഴിച്ചു, മാരേജ് ചെയ്തു. അപ്പം എനിക്ക് ഒരുപാട് പ്രായമായി, എനിക്ക് കുട്ടികളൊക്കെ ആയ സമയത്ത് അയാളെ എന്നെ മാതാവിനെ പോലെ ആക്കുകയാണ്. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞു തരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അന്നേരം റസൂലുള്ളാഹി പറഞ്ഞു, നിന്റെ ഭർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹറംതു അലൈഹി, അവ നിനക്ക് നിഷിദ്ധമായി. അതായിരുന്നു ആ കാലത്തുണ്ടായിരുന്ന ഒരു നാട്ടു നടപ്പ്. കാരണം റസൂലുള്ളാഹിക്ക് അള്ളാഹു ആ കാര്യത്തിൽ ഒരു വിധി നൽകിയിട്ടില്ലായിരുന്നു. സ്ത്രീ റസൂലുള്ളാഹിനോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറയരുത് പ്രവാചകരെ, കാരണം അയാൾ യാഥാർത്ഥത്തിൽ എന്നെ അയാളെ ത്വലാഖ് ചൊല്ലിയിട്ടില്ല. അതേപോലെ അയാൾ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. ഈ സമയത്ത് ആ കുട്ടികളുമായിട്ട് ഞാൻ ഇപ്പൊ വീട് വിട്ട് ഇറങ്ങിയാൽ എൻ്റെ കുട്ടികൾ പട്ടിണിയാവും. സമയത്ത് ആ കുട്ടികളെ അയാളുടെ അടുത്താണ് ഞാൻ ഉപേക്ഷിച്ച് വരികയാണ് എങ്കിൽ എൻ്റെ കുട്ടികളെ നല്ലോണം പരിചരിക്കണമെന്നല്ലേ റസൂലെ. നിങ്ങൾ എന്തേലും വേറൊരു സൊല്യൂഷൻ പറഞ്ഞു തരണമെന്ന് പ്രവാചകനോട് ആവശ്യപ്പെടുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, മാ ഇന്ത്യയിലേക്ക് ചെയ്യാം, എൻ്റെ കയ്യിൽ തരാൻ ഒന്നുമില്ല. ദിഹാർ എന്നുള്ളത് ആ കാലത്തുണ്ടായിരുന്ന ഒരു അനാചാരമായിരുന്നു. അതിനുള്ള വിധി അള്ളാഹു നൽകിയിട്ടില്ലായിരുന്നു. ആ സ്ത്രീ വീണ്ടും റസൂലുള്ളാഹിനായിട്ട് തർക്കിക്കുകയാണ് ഈ കാര്യത്തിൽ. അതിനാണ് ഈ സൂറത്തുൽ മുജാദില തർക്കിക്കുന്നവളെന്ന് പേര് വരാനുള്ള കാരണം. തർക്കിയെന്ന് വെച്ചാൽ റസൂലുള്ളാഹിനോട് മാന്യമായിട്ട്, സൗമ്യമായിട്ട്, ശബ്ദം കുറച്ച് റസൂലുള്ളാഹിനോട് ഇതിനുള്ളൊരു സൊല്യൂഷൻ ആവശ്യപ്പെടുകയാണ്. പക്ഷേ റസൂലുള്ളാഹിൻ്റെ അടുക്കൽ നിന്ന് ഒരു മറുപടി വരാത്തത് കാരണം ആ സ്ത്രീ അള്ളാഹുവിനോട് തൻ്റെ അവസ്ഥയെക്കുറിച്ച് കൈനീട്ടി അള്ളാഹുവിനോട് പരാതി ബോധിപ്പിക്കുകയാണ്. ആ സ്ത്രീ കൈ ഉയർത്തി അള്ളാഹുവിനോട് പരാതി പറഞ്ഞ ഉടൻ തന്നെ പ്രവാചകൻ വഹീന്റെ ലക്ഷണങ്ങൾ അവതരിപ്പിക്കാൻ തുടങ്ങി. ആ സ്ത്രീ റസൂലുള്ളാഹിന്റെ സന്നിധിയിൽ നിന്ന് നീങ്ങുന്നതിന് മുമ്പ് 7-ാം ആകാശത്തിൽ നിന്ന് ജിബ്രീൽ വഹിയുമായിട്ട് പ്രവാചകന്റെ അരികിലെത്തുകയാണ്. ആയിഷ റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഈ സംഭവത്തിനെ കുറിച്ച് ആയിഷ റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. ആയിഷ റളിയല്ലാഹു പറയുകയാണ്, അറക്കുള്ളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്നത്. പുറത്തു നിന്ന് റസൂലുള്ളാഹി സംസാരിക്കുന്നത് അതേ റൂമിലിരിക്കുന്ന എനിക്ക് പോലും കേൾക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ റബ്ബ് അല്ലാഹു അത് കേട്ട് അതിന് ഉടനെ തന്നെ മറുപടി നൽകാണ്. അൽഹംദുലില്ലാഹില്ലദി വസിയ സമഉൽ അസ്വാത്ത്, എല്ലാം ശബ്ദം കേൾക്കാൻ കഴിവുള്ള അല്ലാഹുവിനെ ആയിഷ റളിയല്ലാഹു പുകഴ്ത്താണ്. ഇന്നല്ലാഹു സമീഉൽ ബസീർ, എല്ലാം കേൾക്കുന്നവനാണ് അല്ലാഹു. ആ സ്ത്രീയുടെ പരാതി കേട്ട് ഉത്തരം കൊടുത്തു. അതാണ് ആ സൂറത്തിന്റെ ആദ്യത്തെ ആയത്ത്. ഖദ് സമീഅല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതഷ്കി ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹവറുക ഇന്നല്ലാഹു സമീഉൽ ബസീർ. തന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ നിന്നോട് തർക്കിച്ച് അല്ലാഹുവിനോട് പരാതി ബോധിപ്പിച്ചവരുടെ പ്രാർത്ഥന അല്ലാഹു കേട്ടിരിക്കുന്നു. അതേപോലെ ഒരു കാര്യമുണ്ട്. സാമിത്ത് റളിയല്ലാഹു അൻഹു ഭാര്യയുമായിട്ട് വിഹാരം നടത്തി. ആ ദേശത്തിന്റെ പുറത്ത് ആ സ്ത്രീയെ ഭാര്യയായിട്ട് അങ്ങനെ പറഞ്ഞിട്ട് പിന്നെയും ശാരീരികമായിട്ട് സമീപിക്കണം തോന്നി. പിന്നെയും വന്നപ്പോൾ ആ സ്ത്രീ വഴങ്ങി കൊടുത്തില്ല. കാരണം അതിൻ്റെ വിധി എന്താണെന്ന് അറിയാണ്ട് നിങ്ങളെ ആവശ്യത്തിന് ഞാൻ വഴങ്ങി തരില്ല എന്ന് പറഞ്ഞ് എന്നിട്ടാണ് റസൂലുള്ളാഹിന്റെ അടുക്കൽ പരാതി ബോധിപ്പിക്കാൻ വേണ്ടി ആ സ്ത്രീ വരുന്നത്. ഇവിടെ അല്ലാഹു ശക്തമായിട്ടുള്ള പരിഹാരമാണ് ഭർത്താവിന് നൽകുന്നത്. കാരണം ഇത്രയും ഗൗരവത്തിൽ സംരക്ഷണം ഏറ്റെടുത്ത നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് ഇതേപോലെ പീഡിപ്പിക്കാൻ സാധ്യമല്ല. അല്ലാഹു പരിഹാരം നൽകാണ്. 3-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, ഫതഹ്രീറു റഖബത്തി മിൻ ഖബ്ലി അൻ യതമസ്സ, നിങ്ങൾ ഭാര്യയെ സ്പർശിക്കുന്നതിന് മുമ്പ് ഒരു അടിമയെ മോചിപ്പിക്കണം. ഇതിന് പണമില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 4-ാമത്തെ ആയത്തിൽ പറയാണ്, ഫമിനം യജിദു ഫസിയാമു ശഹറൈനി മുതതാബിയൈനി മിൻ ഖബ്ലി അൻ യതമസ്സ, 2 മാസം നിങ്ങൾ തുടർച്ചയായി നോമ്പ് നിൽക്കണമെന്നാണ് അല്ലാഹു ആവശ്യപ്പെടുന്നത്.
സ്ത്രീയെ പരാതിക്കുള്ള മറുപടിയാണ് സ്ത്രീയുടെ പരാതിക്കുള്ള മറുപടിയാണ് ഈ സൂറത്ത്. എൻ്റെ സംരക്ഷണം ഏറ്റെടുത്ത തൻ്റെ ഭർത്താവ് ദേശത്തിൻ്റെ പുറത്തിൽ ഒരു വാക്ക് കൊണ്ട് പോലും ഉപദ്രവിക്കുന്നത് അള്ളാഹു ഇത്രയും കർക്കശമായിട്ട് ഒരു പുരുഷനെ അള്ളാഹു താക്കീത് ചെയ്യുന്നുണ്ടെങ്കിൽ ചിന്തിക്കണം സഹോദര. വാക്ക് കൊണ്ടും സ്ത്രീയെ, ഒരു വാക്ക് കൊണ്ടും പോലും ഒരു സ്ത്രീയെ ദേശത്തിൻ്റെ പുറത്തിൽ നോവിക്കാൻ പാടില്ലെങ്കിൽ ശാരീരികമായിട്ട് ആ പെണ്ണിനെ അടിക്കുന്നതിൽ, ഉപദ്രവിക്കുന്നതിന് എത്ര വലിയ പാപമായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കണം. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി ഒരു ഹദീസിൽ പറയുകയാണ്, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ തൻ്റെ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഭാര്യയ്ക്ക് നിന്നോട് വാല്യൂ ഉണ്ടെങ്കിൽ, മതിപ്പുണ്ടെങ്കിൽ മറ്റാളുകൾക്ക് നീ നല്ല സ്വഭാവമുള്ളവനായിരിക്കുമെന്ന്.